ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, കഴിഞ്ഞ ദിവസം ഇന്ത്യ ഒരു നോട്ടാം പ്രഖ്യാപിച്ചതായിട്ടുള്ള വാർത്ത നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഏത് നിമിഷവും സംഭവിക്കാം എന്നുള്ളതിന്റെ വിവരങ്ങൾ നമ്മൾ ഓരോ വരുന്ന മുറയ്ക്ക് നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോ നമ്മൾ ഇന്ത്യ ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ച വാർത്ത കൊടുത്തു. പാകിസ്ഥാൻ യുക്രൈൻ ഡ്രോണിൽ പരിശീലനം കൊടുക്കുന്ന വാർത്ത കൊടുത്തു. കഴിഞ്ഞ ദിവസം അവർ റോക്കറ്റ് ഫോഴ്സ് രൂപീകരിക്കുന്നതിന്റെ വാർത്ത കൊടുത്തു. ഈ സിന്ധു നദീജല കരാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാകിസ്ഥാന്റെ നിലവിലത്തെ പ്രസ്താവനകളും അതിൽ ഇന്ത്യ തിരിച്ചെന്താണ് പറഞ്ഞത്, ആ വാർത്തകളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ഇപ്പോ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേന IAF ഇപ്പോ ഒരു വലിയൊരു നീക്കം നടത്തിയിട്ടുണ്ട്. ഈ നീക്കം എന്ന് പറയുന്നത് HAPS ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഇപ്പോ നമ്മൾ വിന്യസിക്കാൻ പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ്. അപ്പൊ ഈ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങൾ, സൈനിക നീക്കങ്ങൾ, മിസൈൽ വിന്യാസങ്ങൾ, ഇത് 24 മണിക്കൂറും നമ്മുടെ രാജ്യം നിരീക്ഷിക്കാൻ പോവുകയാണ് എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇത് പാകിസ്ഥാനിൽ ഇനി ഒരു ഇല അനങ്ങിയാൽ നമ്മൾ അറിയും എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. HAPS എന്ന് പറഞ്ഞാൽ അതൊരു ഉപഗ്രഹമല്ല, പക്ഷെ അതൊരു സാധാരണ ഡ്രോണുമല്ല എന്നുള്ളതാണ്. പക്ഷെ ഏകദേശം 20 കിലോമീറ്ററിന് മുകളിൽ, അതായത് വാണിജ്യ വിമാനങ്ങളെക്കാൾ വളരെ മുകളിൽ പറക്കാൻ കഴിവുള്ള, സാധാരണയായി സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആളില്ലാത്ത വിമാനമാണ് ഈ HAPS എന്ന് പറയുന്നത്. സൗരോർജത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഇതിൽ ആളില്ല. 20 കിലോമീറ്ററിന് മുകളിലാണ് ഇത് പറക്കുന്നത്. ഈ വാണിജ്യ വിമാനങ്ങളെക്കാട്ടിലും മുകളിലാണ് ഇത് പറക്കുന്നത്. ഇത് ആഴ്ചകളോ ദിവസങ്ങളോ ഈ പ്രദേശത്ത് തുടരാനായിട്ട്, ഇത് ഒരു തവണ പറത്തി വിട്ട് കഴിഞ്ഞാൽ ഇത് അവിടെ തുടരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ചില മോഡലുകൾക്ക് മാസങ്ങളോളം തുടരാൻ സാധിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ ഇന്ത്യക്ക് കിട്ടുന്ന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാനിലെ എയർ ബേസുകളിൽ എന്തെങ്കിലും സാധാരണ നീക്കങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കും. യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, മിസൈൽ തയ്യാറെടുപ്പുകൾ എന്നിവ കൂടുതൽ തുടർച്ചയായി നിരീക്ഷിക്കാൻ സാധിക്കും. ഇന്ത്യയിൽ അതിർത്തിയിൽ നടക്കുന്ന മാറ്റങ്ങൾ ഇനി ഇന്ത്യക്ക് തത്സമയം നിരീക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ സൈന്യത്തിന് കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ രാജ്യം നമുക്കറിയാം, നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ ചെലവ് കുറച്ചും വളരെ മികച്ച രീതിയിലും വളരെ ക്വാളിറ്റിയോടുകൂടിയും ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇതിന്റെ ചെലവ് ഉപഗ്രഹങ്ങളെക്കാൾ കുറവാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ആവശ്യമെങ്കിൽ, ഇതിന്റെ വേറൊരു പ്രത്യേകത, നമുക്ക് ഉപഗ്രഹത്തിന് നമുക്കറിയാം, ഒരു തവണ നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോഞ്ച് ചെയ്തത് തന്നെയാണ്. പിന്നെ അത് നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് അറ്റകുറ്റപ്പണി നടത്താനൊന്നും സാധിക്കില്ല. പിന്നെ ഉപഗ്രഹം അവിടെ ഡിസ്പോസ് ചെയ്യുക, അതായത് ഈ സ്പേസിൽ തന്നെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വഴി. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നമുക്ക് ആവശ്യമെങ്കിൽ ഇത് തിരിച്ചിറക്കി നമുക്ക് ഇതിൽ അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും തിരിച്ചയക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ഉപഗ്രഹത്തിന് പകരമല്ല. ഈ ഉപഗ്രഹത്തിനും ഡ്രോണിനും, ഉപഗ്രഹം സ്പേസിൽ നിൽക്കുന്ന സാധനം, ഡ്രോൺ വളരെ താഴ്ന്നു പറക്കുന്ന സാധനം, ഇത് ഇവർക്ക് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഈ HAPS എന്ന് പറയുന്നത്. ഈ പാകിസ്ഥാനെ മാത്രമല്ല ഇത് നിരീക്ഷിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. പാകിസ്ഥാൻ അതിർത്തി, ചൈനയുമായുള്ള അതിർത്തി, സമുദ്രമേഖല. ഈ സമുദ്രമേഖല എന്ന് പറയുമ്പോൾ നമ്മൾ ബംഗ്ലാദേശിനെ നമ്മൾ അതിനകത്ത് കൂട്ടണം. മറ്റ് തന്ത്രപ്രധാനമായിട്ടുള്ള ഈ പ്രദേശങ്ങൾ, ഇവയെല്ലാം തന്നെ ഇത് നിരീക്ഷിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ വളരെ സ്പീഡിൽ തന്നെ നമ്മുടെ അതിർത്തികളും നമ്മുടെ കരയും കടലും രണ്ടും നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ വിരൽ തുമ്പിലേക്ക് എത്തുകയാണെന്നുള്ളതാണ് ഈ നീക്കത്തിന്റെ പ്രത്യേകത. ഇന്നലെ നമ്മൾ ഇലക്ട്രോണിക് വാർഫെയറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇത് വളരെ വേഗത്തിൽ ഇന്ത്യ ചെയ്യാൻ പോകുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ ചേതോവികാരം? ഇതൊരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് അറിയാം, പക്ഷെ ഇതിന് കുറച്ച് സമയമെടുക്കും. എല്ലാ രാജ്യങ്ങളും സമയമെടുത്താണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇന്ത്യ വളരെ വേഗത്തിൽ, വളരെ ചെലവ് കുറഞ്ഞത് ചെയ്യുകയാണ്. എന്ത് തോന്നുന്നു? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് പറഞ്ഞത്, പണ്ടൊക്കെ, എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി സർക്കാർ കയറുന്നതിന് മുമ്പ് ഈ വല്ലപ്പോഴും ഒക്കെ ഒരു മിസൈൽ വിടുന്നതിന്റെ വാർത്തകൾ നമുക്ക് കിട്ടാറുള്ളൂ. ഇല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെയാണ് വെപ്പൺസ്. അന്നൊക്കെ നമ്മൾ വലിയ വാർത്തയാണ്, AK-47 നമ്മൾ കൂടുതലായി വാങ്ങുന്നു എന്നൊക്കെ പറയുന്നത് വലിയ വാർത്തകളായി മാറുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അന്ന് നമ്മളെങ്കിൽ. ഇന്നിപ്പോൾ എല്ലാ ദിവസവും ഇന്ത്യയുടെ ഈ ആയുധ പ്രതിരോധ രംഗത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് വാർത്തകൾ. എനിക്ക് തോന്നുന്നത് ഈ ഇത്തരം വാർത്തകൾ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത് ചൈനയിൽ നിന്നായിരുന്നു. ചൈന അത് കണ്ടുപിടിച്ചു, ചൈന ഇത് കണ്ടുപിടിച്ചു, മറ്റേത് കണ്ടുപിടിച്ചു. ഇപ്പൊ അതിന് സമാനമായിട്ടാണ് ഇന്ത്യയുടെ വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മറ്റേത് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഉപഗ്രഹങ്ങൾ ചന്നഭിന്നം വിടുകയാണ്. ഒരു 2-3 മാസം കൂടുമ്പോൾ തന്നെ 10-50 ഒക്കെ ചെറുതും വലുതുമായിട്ടുള്ള ഉപഗ്രഹങ്ങൾ വിടുകയാണ് പല ആവശ്യങ്ങൾക്കായിട്ടുള്ള. അവിടെയാണ് പാകിസ്ഥാൻ പറഞ്ഞത്, ഇന്ത്യ വിടുന്ന ഉപഗ്രഹങ്ങളൊക്കെ അവർ പറയും പഠിക്കാൻ, പഠനാവശ്യത്തിനുള്ള ഉപകരണം, കൃഷി ആവശ്യങ്ങൾക്കുള്ളത്, മത്സ്യപ്രജനനം നടക്കുന്നുണ്ടോ എന്നറിയുന്ന ഉപഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇവർ വിടും. ഇതിന് 2 വശങ്ങളുണ്ടാകും ഉപഗ്രഹത്തിന്. ശരിയാണ് അവർ പറഞ്ഞത്, ഒരു വശം ഇത് കണ്ടുപിടിക്കുക, ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ പര്യവേഷണത്തിനും മറ്റുമൊക്കെ ഉള്ളതാണ് എന്നത് സത്യം.
പക്ഷെ ഇതിന്റെ മറുഭാഗം നമുക്കിട്ട് പണിയാനുള്ള സാധനമാണ് ഈ ഉപഗ്രഹത്തിന്റെ മറുഭാഗത്ത് അവർ സെറ്റ് ചെയ്ത് വിടുന്നത്. പറയുമ്പോൾ ശരിയാണ്, വെള്ളപ്പൊക്കം പഠിക്കാനും കടലിലെ മീനുകൾ കൂടിയോ എന്ന് പഠിക്കാനും ഒക്കെ ഉള്ള ഉപഗ്രഹങ്ങളാണെങ്കിലും ഇതിന്റെ മറുവശമാണെന്ന് കുറച്ചാൾക്ക് മുമ്പ് റിപ്പോർട്ട് വന്നിരുന്നതാണ്. ഇപ്പോൾ ഇതാണ് ഇതിനെല്ലാം കടത്തി വെട്ടിക്കൊണ്ടാണ്. കാരണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ പുതിയ ഒരു ഈ പ്രതിരോധ രംഗത്തെ മുന്നേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഈ മേക്കിംഗ് ഇന്ത്യ അല്ലെങ്കിൽ പിന്നെ പ്രധാനമന്ത്രിയുടെ ആ ഒരു പദ്ധതിക്ക് കീഴിൽ ഒരു ആണ് ഇപ്പോൾ നമ്മുടെ DRDO ഒക്കെ ആയുധങ്ങൾ വികസിപ്പിച്ചിരുന്നത്. DRDO മാത്രമല്ല, 100 കണക്കിന് ആത്മനിർഭർ ഭാരത് വന്നതോടുകൂടി 100 കണക്കിന് പ്രൈവറ്റ് സെക്ടറിൽ നമ്മുടെ ആയുധ ഉൽപാദനം എന്താ 1.5 ലക്ഷം കോടി കഴിഞ്ഞു നമ്മുടെ ഉൽപാദനം. അതിന്റെ വിതരണം, അത് വാങ്ങുന്ന രാജ്യങ്ങളിലൂടെ നമ്മുടെ കച്ചവടം 40,000 കോടിയും അതിന്റെ ഉൽപാദനം 1.5 ലക്ഷം. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ആയുധങ്ങളുടെ ലിമിറ്റ് 1.5 ലക്ഷം കോടി രൂപയ്ക്ക് മേലെ കഴിഞ്ഞു. അത് വാങ്ങിക്കുന്ന രാജ്യങ്ങളുടെ ലിമിറ്റ് 40,000. ഈ 2027 ഇതൊരു 30,000 കോടി ടച്ച് ചെയ്യുമെന്ന് പറഞ്ഞത്. ഇപ്പൊ തന്നെ 40,000 കോടി ടച്ച് ചെയ്ത് കഴിഞ്ഞു. 2031 50,000 കോടി ആകുള്ളൂ എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. 2031 ഇതിപ്പോ 2026 തന്നെ 40 ആയി കഴിയുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നു 27 തുടക്കം ആകുമ്പോഴേക്കും ഇത് 50-ന് മുകളിൽ പോകും, കവർ ചെയ്യും. 31 കവർ ചെയ്യുമെന്ന് പറഞ്ഞത് ഇപ്പോഴേ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ വലിയ വേഗത്തിൽ, അതായത് ഈ നമ്മുടെ DRDO മാത്രമല്ല 100 കണക്കിന് സ്റ്റാർട്ടപ്പുകൾ, 100 കണക്കിന് സ്വകാര്യ മേഖലയിലുള്ള ആയുധ കമ്പനികൾ രംഗത്തെത്തി. ഇത് വന്നതോടുകൂടി ഇന്ത്യക്ക് ഇപ്പോൾ എന്താണോ ആവശ്യമെന്ന് പറയുകയും അത് ഉണ്ടാക്കി നൽകാനായിട്ട് തയ്യാറായിട്ട് 100 കണക്കിന് കമ്പനികൾ റെഡിയാണ്, ഇന്ത്യൻ കമ്പനികൾ. ഇതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും, കാരണം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, ഇന്നലെ പിന്നെ നമുക്ക് കേന്ദ്ര സർക്കാർ പിന്നെ മിസൈൽ വാങ്ങാൻ പണം അനുവദിച്ചു, മറ്റേ അനുവദിച്ചു. മുമ്പൊക്കെ ഈ പണം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്? വിദേശ രാജ്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടുന്ന് മിസൈൽ വാങ്ങാൻ, അവിടുന്ന് വ്യോമ പ്രതിരോധം കൊണ്ടുവരാനായിട്ട് അവിടുന്ന്. ഇപ്പൊ അതല്ല, ഈ പണം പോകുന്നത് എവിടെ നിന്നാ വാർത്തയുടെ താഴോട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാം. DRDOക്ക് അനുവദിച്ചു, ഇല്ലെങ്കിൽ സേനയ്ക്ക് അനുവദിച്ചു. ഈ സേന DRDOക്ക് ഇത് പണം കൈമാറിയ ഉടനെ തന്നെ ഇത് മിസൈൽ ഇവിടെ എത്തും. ഇന്ത്യൻ കമ്പനികളിലേക്കാണ് ഈ പണം പോകുന്നത്. അതായത് നമ്മളുടെ പ്രതിരോധ ബഡ്ജറ്റ്, ഇവിടെ പലരും കരയുമല്ലോ, ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റ് എന്താണ്, ഇവിടെ പട്ടിണി കിടക്കുമ്പോഴാണ് പ്രതിരോധം. പക്ഷെ ഇപ്പോൾ ആ പ്രതിരോധ ബഡ്ജറ്റും നമ്മുടെ രാജ്യത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബഡ്ജറ്റിന്റെ വിഹിതം നമ്മുടെ കമ്പനികൾക്കല്ലേ കിട്ടുന്നത്. നമ്മുടെ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കാണ് അതിന്റെ ഗുണം കിട്ടുന്നത്. മുമ്പ് ഈ പണം എവിടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? ഈ പണം പോയിക്കൊണ്ടിരുന്നത് റഷ്യയിലേക്ക്, അമേരിക്കയിലേക്ക്, UK-യിലേക്ക്, ഫ്രാൻസിലേക്ക് ഈ ആയുധം വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് ഇപ്പോൾ ഇത് എത്തിക്കഴിഞ്ഞിരിക്കും. ഇത് കൂടാതെ പുറത്തുനിന്ന് പണം ഇങ്ങോട്ടേക്ക് എത്താൻ തുടങ്ങി. അതായത് നമ്മൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരു ഇന്ത്യക്കാരനും പ്രതീക്ഷിച്ചില്ല നമ്മൾ ആയുധ കമ്പോളത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തുമെന്നോ നമ്മുടെ ആയുധങ്ങൾ ഈ ലോകത്ത് വിറ്റഴിക്കാൻ പറ്റുമെന്നോ ആരും ചിന്തിച്ചിട്ടില്ല. ഇന്നിപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വലിയ വേഗത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളും കീഴടക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് ഇത് മതി, മറ്റു രാജ്യങ്ങൾക്ക് ഇത് മതി, നമ്മളുടെ ശത്രു രാജ്യങ്ങൾക്ക് പോലും ഇത് ആവശ്യമുണ്ട്. അസർബൈജാൻ അടക്കമുള്ളവർക്ക് ഇത് ആവശ്യമുണ്ട്. ഇപ്പോൾ ഫ്രാൻസ് അവരുടെ യുദ്ധവിമാനങ്ങൾ ഇവിടെ നിർമ്മിക്കാൻ തീരുമാനിക്കും. അതായത് മുൻപ് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ആശങ്കയല്ല, സത്യമായിരുന്നു. ഈ സോഴ്സ് കോഡ് തരാതെ ആയുധങ്ങൾ തരുന്നു. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? ഇന്നലെ തന്നെ തനിച്ചു പറയുകയുണ്ടായി, S-400 എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ള എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അങ്ങനെയുള്ളത് നമ്മളൊരു S-400 വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണത് ശത്രുവിന് നേരെ ഉപയോഗിക്കാൻ കഴിയുക? കാരണം ശത്രുവിന്റെ ഡീറ്റെയിൽസുകൾ കംപ്ലീറ്റ് അറിയാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് സോഴ്സ് കോഡ് വാങ്ങുകയും അതിൽ ചേഞ്ചസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നിർമ്മിക്കുന്ന ആയുധങ്ങളെല്ലാം, അല്ല ഇന്ത്യൻ സേന ഉപയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അതിന്റെ സോഴ്സ് കോഡ് എന്നല്ല, അതിന്റെ എന്താണ് കാര്യമെന്ന് പോലും ഒരു രാജ്യത്തിനും അറിയില്ല. കാരണം നമ്മൾ തന്നെ നിർമ്മിക്കുന്ന ആയുധങ്ങളാകുമ്പോൾ അതിന്റെ കരുത്ത് എത്രയാണെന്നോ റേഞ്ച് എത്രയാണെന്നോ, ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും മിസൈലിന്റെ വാർത്തകൾ കൊടുക്കാറുണ്ട്. അപ്പൊ അതിലിങ്ങനെ പറയും 12,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ. എല്ലാ മാധ്യമങ്ങളും വരുന്ന വാർത്ത തന്നെയാണ്. പക്ഷെ ഇതായിരിക്കില്ല എന്റെ റേഞ്ച്. പറയുന്നത് ഇതിന്റെ 3 ഇരട്ടി ആയിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ 3000 കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു മിസൈൽ വരുമ്പോൾ ഇതിന്റെ 3 ഇരട്ടിയെങ്കിലും കണക്ക് കൂട്ടണം എന്നാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും ഈ രാജ്യമോ ഇല്ലെങ്കിൽ ഈ ഇത് ഉൽപ്പാദിപ്പിച്ച കമ്പനി ഒരിക്കലും ഇതിന്റെ റേഞ്ച് പറയില്ല. കാരണം ഇതിന്റെ 3 നമ്മൾ മാധ്യമങ്ങൾക്ക് അവർ നൽകുന്ന വാർത്തയ്ക്ക് അത് ഇതാണ് അതിന്റെ റേഞ്ച്. കാരണം ഇപ്പോൾ പറയുന്ന ഒരു റേഞ്ച് ഇത്രേ പറയൂ, പക്ഷെ ഇതിന്റെ 3 ഇരട്ടിയായിട്ട് നമ്മൾ അതിനെ കണക്ക് കൂട്ടണമെന്നാണ് ഈ രംഗത്തുള്ളവർ തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നു. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലെ തന്നെ ഇല്ലെങ്കിൽ ഈ ലോക രാജ്യങ്ങളുടെ ഇടയിൽ തന്നെ തലയുയർത്തി നിൽക്കുന്ന ഒരു വലിയ പരീക്ഷണമല്ല, വലിയൊരു സംവിധാനത്തിലേക്കാണ് ഇന്ത്യ കടന്നിരിക്കുന്നത്. അതായത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ അതിർത്തികൾ നിരീക്ഷിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ ശത്രു രാജ്യവും നമ്മുടെ റഡാറിലേക്ക് ഏത് നിമിഷവും എത്തുക, അതും ചെലവ് കുറഞ്ഞ രീതിയിൽ ആ ശത്രു രാജ്യം നിരീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ രാജസ്ഥാനിലും ഗുജറാത്തിലുമാണ് നോട്ടാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ ഒരു വ്യോമാഭ്യാസമാണ് നടക്കുന്നത്. ഇതിന്റെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ പാകിസ്ഥാൻ ഇപ്പോൾ അവർ അതിർത്തിയിൽ ജാഗ്രതാ നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്.
അവരുടെ സേനയോട് ജാഗ്രതയായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ വ്യോമാഭ്യാസം ഇങ്ങനെയാണ്. അത് മാത്രവുമല്ല, നമ്മളിപ്പോൾ കണ്ടുവരുന്നൊരു കാഴ്ച, ഇപ്പൊ മോക്ക് ഡ്രില്ല്, വ്യോമാഭ്യാസം, നോട്ടാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ ജനത്തിനും ഒന്നും ഒരു പുതുമയല്ലാതായി മാറി. മുമ്പെങ്കിലും നമുക്കിത് കേട്ടുകേൾവി പോലും അല്ലായിരുന്നു. അതായത് ഏത് സമയവും ഫുൾ ഒരു വാർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നത് യുദ്ധസജ്ജമായിട്ടുള്ള, ഇല്ലെങ്കിൽ പ്രതിരോധം തീർക്കാൻ സജ്ജമായിട്ടുള്ള ഒരു ജനതയും സേനയും നമ്മൾ 24 hours ആക്റ്റീവാണ്. കാരണം ഈ മോക്ക് ഡ്രില്ലുകൾ നടത്തുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് ബീഹാറിൽ നടത്തിയിരുന്നു, ജാർഖണ്ഡിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നു. അങ്ങനെയുള്ള സ്റ്റേറ്റുകൾ, ഓരോ സ്റ്റേറ്റിലുമായിട്ടാണ് അത് നടക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നടക്കുമ്പോഴാണ് ഒരു വലിയ പരീക്ഷണം. എനിക്ക് തോന്നുന്നു ലോകത്തിന്റെ നെറുകയിൽ തന്നെ എത്താൻ പറ്റുന്ന ഒരു വലിയ പരീക്ഷണമാണ്. ഇന്ത്യ ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങളും മറ്റുമൊക്കെ, ഇല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങളും മറ്റുമൊക്കെ വിന്യസിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് ആവശ്യക്കാരും പുറത്തു വരും. അതുകൊണ്ടാണല്ലോ ഇത് വാർത്തയാക്കുന്നത്. എന്തുകൊണ്ടാണ് ധനുഷേ? ഇത്തരം കാര്യങ്ങൾ ഈ സൈന്യത്തിന്റെ ഇല്ലെങ്കിൽ അതിന്റെ ഉത്പാദകർ തന്നെ ആയിരിക്കുമല്ലോ ലീക്ക് ചെയ്ത് മാധ്യമങ്ങൾക്ക് നൽകുന്നത് വാർത്തയാക്കാൻ. എന്തുകൊണ്ടായിരിക്കും ഇത് വാർത്തയാക്കുന്നത്? അവർക്കിത് കച്ചവടം ചെയ്യണം. നമ്മൾ ഇത് കണക്കുള്ള, നമ്മുടെ കണക്കുള്ള ആയിരക്കണക്കിന് മാധ്യമങ്ങൾ അല്ലെങ്കിൽ 10,000-കണക്കിന് മാധ്യമങ്ങൾ ലോകമെമ്പാടും ഇതിന്റെ വാർത്ത നൽകുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ പല രാജ്യങ്ങളും ഇങ്ങനൊരു സംവിധാനമുണ്ട്, എന്നാൽ ഞങ്ങൾക്ക് ഒരെണ്ണം വേണം എന്ന് പറഞ്ഞ് വരുന്നതിന് തന്നെയാണ്. അല്ലാതെ രഹസ്യമായിട്ട് അവർ ഉപയോഗിക്കാൻ ഇപ്പൊ ഇന്ത്യ ഉണ്ടാക്കുന്ന ഒരു ആയുധത്തെക്കുറിച്ച് ഒരു വിവരവും എങ്ങും കിട്ടില്ല. പകരം ഇത്തരം തരുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇത് മറ്റേ കഞ്ചാവുകാരുടെ കഥ പറയുന്ന കണക്കാ. ഈ കഞ്ചാവ് തോട്ടങ്ങളുണ്ടാവും. കഞ്ചാവ് തോട്ടങ്ങളില് ഈ പത്രത്തിലൊക്കെ വരും മുമ്പ്, കഞ്ചാവ് തോട്ടം നശിപ്പിച്ചു എക്സൈസ്, 50 കോടി രൂപയുടെ കഞ്ചാവ് തോട്ടം. ഇതിന്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കഞ്ചാവ് കൃഷി ചെയ്യുന്ന വലിയ മാഫിയുണ്ട്, ഏക്കർ കണക്കിന് കഞ്ചാവ് ഉണ്ടാവും. അപ്പൊ അവർ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗത്ത് ഒരു കഞ്ചാവ്, ഒരു ഏക്കറിലോ 1/2 ഏക്കറിലോ അതും അവര് നനച്ച് വളർത്തും. എന്നിട്ട് ഇത് വിളവെടുക്കുന്ന സമയമാകുമ്പോൾ ഇവന്മാര് തന്നെ പോലീസിനെ വിളിച്ചു പറയും, ഇല്ല എക്സൈസിനെ വിളിച്ചു പറയും ഇങ്ങനെ വരണം എന്നുള്ളത്. ഇത് എക്സൈസിനും അറിയായത്. എക്സൈസ് അവിടെ പാഞ്ഞെത്തും മാധ്യമപ്രവർത്തകരെ കൊണ്ട്. എന്നിട്ട് ഇതിനെ തീയിടും, നശിപ്പിക്കും. വലിയ വാർത്തയാണ്. അതായത് ഇന്നിടത്ത് ഒരു കഞ്ചാവ് തോട്ടം നശിപ്പിച്ചിരിക്കുന്നു, കോടികളുടെ കഞ്ചാവ് നശിപ്പിച്ചെന്ന്. ഇത് എന്തിനാണെന്നറിയാം അവരത് ചെയ്യുന്നത്? അവരുടെ കഞ്ചാവ് പാടങ്ങൾ പൂത്തിരിക്കുന്നു, വിളവെടുക്കാൻ സമയമായിരിക്കുന്നു എന്ന് ലോകമെമ്പാടുമുള്ള കഞ്ചാവ് മാഫിയെ അറിയിക്കുകയാണ്. ഇതിന്റെ മൊത്തക്കച്ചവടക്കാരുണ്ടാവുമല്ലോ, മൊത്തക്കച്ചവടക്കാരും അല്ലാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് പറയും, ഇന്നിടത്ത് ഇടുക്കിയിൽ, ഇല്ലെങ്കിൽ ഇന്നിടത്ത് ഒഡീഷയിൽ അവിടെ കഞ്ചാവ് വിളവെടുക്കാറായിരിക്കുന്നു. അതിന്റെ തെളിവാണ് ഈ പോലീസുകാർ ഇത് കത്തിച്ചതിന്റെ. അപ്പൊ ഈ മെസ്സേജ് എല്ലായിടത്തും പാസ് ചെയ്യാണ്. അപ്പൊ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് പബ്ലിസിറ്റി നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്റെ കഞ്ചാവ് പാടം പൂത്തിരിക്കുന്നു, വേണ്ടവർ വാന്ന് പറഞ്ഞ് വേറെ സോഷ്യൽ മീഡിയയിലും പരസ്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് പറ്റും? വാർത്തയായിട്ട് കൊടുക്കും. വാർത്തകൾ 2 രീതിയിലാണ് ഇതിന്റെ ഈ PR വർക്ക്. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവാണ്. ഇത് നെഗറ്റീവായിട്ട് കൊടുക്കുക, അതിനെ കയറ്റിവിടുക എന്നുള്ളതാണ്. അപ്പോഴേക്ക് എന്ത് പറ്റും? സ്വാഭാവികമായി തന്നെ ഈ ലോകത്തിന്റെ പല ഭാഗത്തുള്ളവരൊക്കെ വലിയ പൈസയുമായിട്ട് വരും, കിലോ കണക്കിന് കഞ്ചാവ് കൊണ്ടുപോകാനും മറ്റുമൊക്കെ ആയിട്ട്. അതായത് അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണിത്. ഇത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇത് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അതായത് വലിയൊരു സംഖ്യ അല്ലെങ്കിൽ വലിയൊരു ക്വാണ്ടിറ്റി പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു 10-100 ഇരട്ടി സ്റ്റോറിൽ റീ ആയിട്ടുണ്ടാകും കൊടുക്കാനായിട്ട്. അപ്പൊ എന്ന് പറഞ്ഞതൊക്കെ തന്നെയാണ് ഈ ആയുധ കമ്പോളത്തിന്റെ കാര്യവും. മുമ്പൊക്കെ ഇത് കുറച്ചുകൂടി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അത് എങ്ങനെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവരെവിടെങ്കിലും പോയിട്ട് ചെറിയ ചെറിയ യുദ്ധങ്ങൾ ഉണ്ടാക്കുകയും അവിടെ അവരുടെ പുതിയ വെപ്പൺസ് പരീക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആളുകളെ ഈ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പോകും. നമ്മുടെ ബ്രഹ്മോസിന് എങ്ങനെയാണ് ഇത്ര ആവശ്യക്കാർ വന്നത്? നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ അത് കൃത്യമായിട്ട് തെളിയിച്ച് കാണിച്ചു കൊടുത്തു, എങ്ങനെയാണ് ഇതുകൊണ്ട് ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെയാണ് ആളുകൾക്ക് അപായമില്ലാതെ ആളുകളെ ഈ വില്ലന്മാരെ തീർക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തു. ഡെമോൺസ്ട്രേഷൻ ഒരു പ്രധാന ഭാഗമാണ്. അപ്പൊ ഇത്തരം വാർത്തകളും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞതിനേക്കാളും അതിനപ്പുറത്തേക്ക് ഒരു അതിന് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ കാണുമായിരിക്കും.